സമിതി സിന്ദാബാദ്. ബ്രൂവറി വേണ്ട, ബ്രൂവറി വേണ്ട, എലപ്പള്ളി മണ്ണിൽ ബ്രൂവറി വേണ്ട. ഇന്ന് വളരെ പെട്ടെന്നാണ് ഈ ബോട്ടിലിംഗ് പ്ലാന്റിലേക്ക് ഒയാസിസ് കമ്പനിയുടെ ഒരു JCB എത്തുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരും സമരസമിതിയൊക്കെ തടിച്ചുകൂടുകയും ആ JCB തടഞ്ഞു നിർത്തുകയും ചെയ്തു. പദ്ധതി ആരംഭിക്കാനും അതിന്റെ നിർമ്മാണം തുടങ്ങാനും വേണ്ടിയാണ് JCB എത്തിയതെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. നാട്ടുകാർ ഇന്നൊന്നല്ലേ അല്ല പരാതി കൊടുത്തത്, കഴിഞ്ഞ ജനുവരി മുതൽ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രൂവറി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് ആ പരാതി ഒന്നും സ്വീകരിക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കാട് വെട്ടി തെളിച്ചിട്ട് ഇവിടെ സർവേ അവരുടെ ബൗണ്ടറി കല്ലിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്? ഒരു കാരണവശാലും ഇവിടുത്തെ ജനത അത് അനുവദിക്കില്ല. എന്നാൽ കമ്പനി അധികൃതരും എത്തി അവർ പറയുന്നത് തങ്ങൾ ഡിജിറ്റൽ സർവേക്ക് മുൻപ് കാട് വെട്ടിത്തെളിക്കണം. ഈ പ്രദേശത്തുള്ള പലരും അത് ഇവിടെ കാടുണ്ടെന്നൊക്കെ പരാതി പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് തങ്ങൾ ഈ കാട് വെട്ടിത്തെളിക്കാനാണ് JCB എത്തിയതെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായി വില്ലേജ് ഓഫീസർക്ക് രേഖാമൂലം എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ കാട് വൃത്തിയാക്കുന്നു, അത് JCB മെഷീൻ ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നത് എന്ന് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മണ്ണ് മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്നില്ല. ഏതായാലും പിന്നീട് വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായി. JCBയെ ഈ വഴിക്ക് അകത്തേക്ക് കടത്താൻ പോലും സമരസമിതിയിലെ അംഗങ്ങൾ അനുവദിച്ചില്ല. ഈ കമ്പനി പ്രതിനിധിയോട് അവർ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയിൽ കമ്പനി പ്രതിനിധിയും JCBയും ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഇപ്പൊ ഈ രാവിലെ 7 മണി മുതൽ ഈ ഇവിടെ സുഖമില്ലാത്ത അമ്മമാരടക്കം വന്ന് ഇവിടെ പ്രതിഷേധിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒറ്റ വാക്കിൽ അവർക്കത് കണ്ടാൽ തന്നെ അറിയാലോ. കാരണം ഇതിവിടെ അനുവദിക്കില്ല. ഇവിടെ നമ്മൾ ഇനി സ്ഥിരം പന്തലിട്ടിട്ട് സ്ഥിരം സമരം ഇവിടെ തുടങ്ങാൻ പോകുകയാണ്. ഒരു കാരണവശാലും ഈ വാർഡിലോ ഈ സ്ഥലത്തോ ഈ മണ്ണക്കാടോ എലപ്പള്ളി പഞ്ചായത്തിലോ ബ്രൂവറി കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല. മേനാമ്പാറയില് ബ്രൂവറി വന്നു, അന്ന് സമരം ചെയ്തിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും വോട്ടായുള്ള പ്രവൃത്തി ഞങ്ങളുടെ പഞ്ചായത്തിന്റെ എല്ലാവരും കൂട്ടായി ഞങ്ങൾ ചെയ്യും. ഒരു നിർമ്മാണ പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇതുമായി ഒരു പ്രാരംഭഘട്ട പരിപാടി നടത്താൻ പാടില്ല എന്ന് കോടതി വിധി ഇരിക്കുകയാണ് ഇവർ ഈ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഭരണക്കാരെ അതുപോലെ തന്നെ ഒയാസിസുകാർക്കും കൊട പിടിക്കുന്ന സമീപമാണ് ഇന്ന് CPM-ഉം പോലീസും ഒക്കെ നടത്തുന്നത്. അതിനെതിരെ ജനങ്ങൾ അണിനിരത്തുകൊണ്ട് മണ്ണക്കാടും എലപ്പുള്ളി ശക്തമായി നിൽക്കും. ഏതായാലും ഇന്നത്തെ ഒരു പ്രതിഷേധം താൽക്കാലികമായി അതിനൊരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി ഇവിടെ സമരം നടത്താനാണ് ഇവിടുത്തെ സമരസമിതിയുടെ തീരുമാനം. ഇവിടെ ഈ വഴിയിൽ ഒയാസിസിന്റെ പദ്ധതി പ്രദേശത്തേക്ക് കടക്കുന്ന വഴിയിൽ തന്നെ ഒരു പന്തൽ കെട്ടുകയും മുഴുവൻ സമയവും ഇവിടെ പ്രവർത്തകരുണ്ടാവുകയും അവർ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ തടയാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സമരസമിതിയിലെ അംഗങ്ങൾ. ഇവരുടെ ജനങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന നെൽവയൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള നെൽവയലുകളുണ്ട്. ഈ വയലുകൾക്കൊക്കെ ആവശ്യമായ വെള്ളം വേണം. ഇവിടെ വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളത്തിന് വരെ ക്ഷാമമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒയാസിസ് കമ്പനി കുഴൽക്കിണർ കുഴിക്കുകയോ വെള്ളം ശേഖരിക്കുകയോ ചെയ്താൽ തങ്ങളുടെ കുടിവെള്ളം മുട്ടുമെന്ന ഭയമാണ് ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്കുള്ളത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.